സൂരജ് ലാമയുടെ മരണത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരായ ആരോപണം ആവർത്തിച്ചു കുടുംബം. ആശുപത്രിയിൽ നിന്ന് കൃത്യമായ പരിചരണം ലഭിച്ചില്ലെന്നും എല്ലാ വകുപ്പുകൾക്കും വീഴ്ച പറ്റിയെന്നുമാണ് ആരോപണം. ലാമയുടേത് കൊലപാതകമെന്നും തിരോധാന കേസായി കാണാനാകില്ലെന്നും ഭാര്യ റിനി പറഞ്ഞു. Please help us for this hospital. They didn't look after my husband. They didn't give any respect for my husband. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും സൂരജ് ലാമയുടെ മൃതദേഹം ഏറ്റുവാങ്ങുമ്പോൾ ഭാര്യ റിനി വിങ്ങിപ്പൊട്ടി. കുവൈറ്റിൽ നിന്ന് നാട് കടത്തിയതിനെ തുടർന്ന് കൊച്ചിയിൽ വിമാനമിറങ്ങിയ ലാമയുടെ മരണത്തിൽ സംശയങ്ങൾ ഉയർത്തുന്നതാണ് കുടുംബം ഉന്നയിക്കുന്ന ആരോപണം. സൂരജ് ലാമയുടെ തിരോധാനത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന് കുടുംബം ആരോപിച്ചു. കുറച്ചുകൂടി ശ്രദ്ധ നൽകിയിരുന്നുവെങ്കിൽ ലാമ ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്നും ഭാര്യ റിനി പറഞ്ഞു. I'm telling you, I'm going for this murder case only. ये हॉस्पिटल अगर थोड़ा तो भी देखभाल करते तो थोड़ा तो भी एक बॉटल ड्रिप्स तो भी देता था, मेरा हस्बैंड बच जाता था. 5 to 6 hours he was in this hospital only. They didn't take care anything. Then your airport police station, then your airport CLR airport, they also didn't help for my husband. So please help us for me and my son to give that respect for my husband. സൂരജ് ലാമയുടെ മൃതദേഹം കളമശ്ശേരി പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 10-നാണ് ലാമ നെടുമ്പാശ്ശേരിയിലെത്തുന്നത്. അൽഷിമേഴ്സ് ബാധിച്ച ലാമയെ തൃക്കാക്കര പോലീസ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് ഇവിടെ നിന്ന് കാണാതാവുകയായിരുന്നു. നവംബർ 30-നാണ് മെഡിക്കൽ കോളേജ് പരിസരത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ലാമയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന പിഴവുകളാണ് സൂരജ് ലാമയുടെ മരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും ഉയരുന്ന കാര്യങ്ങൾ. ഒരു മാസത്തിന് ശേഷം ശരീരം കിട്ടിയിട്ടും DNA പരിശോധനയ്ക്കും ഏറ്റവും ഒടുവിലാണ് സൂരജ് ലാമയുടെയാണ് മൃതദേഹം എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനിയും ദുരൂഹതകൾ ബാക്കിയാണ്. എന്തുകൊണ്ട് CCTVയിൽ അടക്കം സൂരജ് ലാമയുടെ ദൃശ്യങ്ങൾ പകർന്നില്ല എന്നത് വലിയ ചോദ്യമായി നിൽക്കുന്നു. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അഫ്സൽ രാജിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.